ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയിലും ലോകത്താകമാനം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ആകർഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് സകലതും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഷോർട്ട് കട്ടായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ കൃതജ്ഞത അർപ്പിക്കുക എന്ന് പറയുന്നത്. അതായത് നന്ദി മനോഭാവം നമുക്കുണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണെന്ന് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിൽ നമുക്ക് പറയുവാൻ കഴിയും. അപ്പോൾ ഈ കൃതജ്ഞത എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പണ്ട് മുതൽ തന്നെ നമ്മൾ കേട്ട് പരിശീലിക്കുന്ന ഒരു കാര്യമാണ് നന്ദി. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താകട്ടെ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്ന സമയത്താകട്ടെ, അവിടെയെല്ലാം നമ്മൾ ഈ നന്ദിയെക്കുറിച്ച് കേൾക്കുകയും നന്ദി നമ്മൾ എല്ലാവരോടും പറയുകയും ചെയ്യുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ഈ നന്ദി അർപ്പിക്കുന്നതിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ വർക്കാവുന്നില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ കൃതജ്ഞത നന്ദി അർപ്പിക്കേണ്ടത്. അതായത് നന്ദി നമുക്ക് രണ്ട് രീതിയിൽ അർപ്പിക്കുവാൻ കഴിയും. അതിൽ മെജോറിറ്റി ആളുകളും നന്ദി പറയുന്നത് വാക്കുകൾ കൊണ്ടാണ്. എന്നാൽ വാക്കുകൾ കൊണ്ടല്ല നമ്മൾ നന്ദി അർപ്പിക്കേണ്ടത്. അത് വ്യക്തമാക്കുന്ന ഒരു സ്റ്റോറി ഞാൻ ബൈബിളിൽ തന്നെ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ബൈബിളിൽ ആ സ്റ്റോറി ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി അർപ്പിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവുക തന്നെ ചെയ്യും. അതായത് യേശുവിനെ തടഞ്ഞു നിർത്തി 10 കുരുടന്മാരായിട്ടുള്ള മനുഷ്യർ ചോദിക്കുകയാണ്, അങ്ങക്ക് മിറാക്കുലസ് ആയിട്ടുള്ള പവറുണ്ട്, താങ്കൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഹീൽ ചെയ്യുവാൻ കഴിയും, ഞങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അദ്ദേഹം നിലത്ത് തുപ്പി മണ്ണ് കുഴച്ച് ചേറുണ്ടാക്കി ഈ 10 കുരുടന്മാരുടെയും കണ്ണുകളിലേക്ക് തേച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്ന കുളത്തിലേക്ക്, ശീലോഹാം എന്ന് പറയുന്ന കുളത്തിൽ ചെന്നിട്ട് കണ്ണ് കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാഴ്ചശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ ശീലോഹാം കുളത്തിൽ പോയി കണ്ണുകൾ കഴുകിയപ്പോൾ അവർ കാഴ്ച പ്രാപിച്ചു. ഇനിയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ 10 പേരിൽ ഒരാൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നന്ദി പ്രകാശനം നടത്തുവാൻ വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, 10 പേരെയാണ് ഞാൻ സൗഖ്യമാക്കി വിട്ടത്, ശേഷിക്കുന്ന 9 പേരെവിടെ? ഒരാൾ മാത്രമാണ് എൻ്റെ അടുക്കൽ വന്ന് നന്ദി അർപ്പിച്ചത്. ഒരിക്കലും അവിടെ ക്രിസ്തുവിന് നന്ദി ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. എങ്കിൽ പോലും അദ്ദേഹം അവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്, ഡോണ്ട് എക്സ്പെക്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രം എനി വൺ, ഹ്യൂമൻ ബീയിങ്സ് ആർ അൺഗ്രേറ്റ്ഫുൾ. ഒരു കാര്യം കൂടി അവിടെ പഠിപ്പിക്കുന്നുണ്ട്, എ ഗ്രേറ്റ്ഫുൾ പേഴ്സൺ ഈസ് ആൻ എക്സെപ്ഷണൽ പേഴ്സൺ. അസാധാരണമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത്. ഇത് അദ്ദേഹം നമുക്ക് അവിടെ നിന്ന് പകർന്നു നൽകുന്ന ഒരു പാഠം തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു 2 രീതിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം എന്നുള്ളത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അതായത് കാഴ്ചശക്തി പ്രാപിച്ച 10 പേരിൽ ഒരാൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു നന്ദി അർപ്പിച്ചു. എങ്ങനെയാണ്? വൈകാരികമായിട്ടാണ് നന്ദി അർപ്പിക്കുക ഉണ്ടായത്. അതായത് തനിക്ക് ഇത്രയും നാൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഇരുൾ അത് മാറി പുതിയൊരു വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. അവിടെ അദ്ദേഹം ആദ്യം ചിന്തിച്ചത്, ആദ്യം ഞാൻ കാണേണ്ടത് എന്നെ സൗഖ്യമാക്കിയ വ്യക്തിയുടെ മുഖം തന്നെയാണ്. ആദ്യം അദ്ദേഹം കടന്നു വരുന്നത് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് പോകുന്നത്. എന്നാൽ ആ 9 പേരോ, അവർക്ക് കാഴ്ച കിട്ടിയ ഉടനെ ഭാവനാത്മകമായിട്ടുള്ളൊരു ലോകത്തേക്ക്, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് അവർ മതിമറന്നുപോയി. അവർ പിന്നീട് അവരുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഇനി അവരോട് നമ്മളൊന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിനോട് നന്ദി ഉണ്ടോ? നിങ്ങളെ സൗഖ്യമാക്കിയ വ്യക്തിയോട് നന്ദി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പറയും, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. പക്ഷെ അത് വാക്കുകളാലുള്ള ഒരു എക്സ്പ്രഷനാണ് അവിടെ കാണുന്നത്. പക്ഷെ ഇമോഷണലി ഉള്ള ഒരു എക്സ്പ്രഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 10 പേരിൽ
ഒരാളിൽ മാത്രമാണ്. ഫ്രണ്ട്സ്, ഈ വൈകാരികമായിട്ടുള്ള ഒരു കൃതജ്ഞതാ മനോഭാവം നമുക്കുണ്ടാകണം. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള സകലതിലും നമുക്ക് ആനന്ദിക്കുവാൻ കഴിയണം. അങ്ങനെ ആനന്ദിക്കുവാൻ കഴിയുമ്പോൾ നന്ദിയുടേതായിട്ടുള്ളൊരു മനോഭാവം നമ്മളിലുണ്ടാകും. അതായത് എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തി. ഞാനിപ്പോൾ ബൈബിളിലൊരു കഥയായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഇവിടെ ആരിലാണ് ദൈവം ഏറ്റവും കൂടുതൽ പ്രസാദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാക്കുകൾ കൊണ്ട് നന്ദി അർപ്പിക്കുവാനിരുന്ന 9 പേരേക്കാൾ വൈകാരികമായിട്ട് നന്ദി അർപ്പിച്ച, എന്നെ ആദ്യം സൗഖ്യമാക്കിയ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കും. നേർച്ച കാഴ്ചകൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, 1-2 തുള്ളി കണ്ണുനീർ അല്ലേ? നന്ദി നമ്മളിൽ അധികരിക്കുമ്പോൾ നമ്മുടെ കണ്ടമിടറും, നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഈ ആനന്ദാശ്രുക്കൾ അല്ലെങ്കിൽ സന്തോഷാശ്രുക്കൾ എന്നൊക്കെ അതിന് പറയും. അല്ലാതെ കണ്ണീരോടെ നിൽക്കുക എന്നുള്ളതല്ല. മാറത്തടിച്ച് നിലവിളിച്ച് നമുക്കൊന്നും ഈ ലോകത്ത് നേടിയെടുക്കേണ്ട ആവശ്യമില്ല. ദൈവം എല്ലാം കൊണ്ടും സമൃദ്ധമായിട്ടും സമ്പന്നനുമായിട്ടും അല്ലെങ്കിൽ സമ്പന്നയായിട്ടുമാണ് ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെ കണ്ണുനീർ എന്ന് പറയുമ്പോൾ, നന്ദി മുഖരിതമാകുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകും, കണ്ടം ഇടറും. ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുൻപാകെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മുൻപാകെ അർപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഉള്ളതിൽ നമുക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയുക, ശേഷം ആഗ്രഹിക്കുക, എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുവാൻ ആഗ്രഹിക്കുന്നത് അതിനെ നല്ല രീതിയിൽ നമുക്ക് ആഗ്രഹിക്കുവാനും കഴിയണം. ആ ആഗ്രഹത്തിന് തൊട്ട് മുൻപേ നമുക്കുള്ളതിൽ നന്ദി അർപ്പിക്കുവാൻ ആദ്യം പഠിക്കുക. വാക്കുകൾ കൊണ്ടല്ല, വൈകാരികമായ തലത്തിൽ തന്നെ കൃതജ്ഞതാ മനോഭാവത്തോടു കൂടി നന്ദി അർപ്പിക്കുവാൻ കഴിയണം. അങ്ങനെയുള്ളവരിൽ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് വളരെ വേഗം സാധ്യമാകും. അവരുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ വേഗം സംഭവിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നന്ദി അർപ്പിക്കേണ്ടതെന്നുള്ളത്. വാക്കുകളാലല്ല, വൈകാരികമായ തലത്തിൽ പ്രപഞ്ചവുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ കഴിയണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫ്രണ്ട്സ്.